ഹരേ കൃഷ്ണ. പനീർ റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിനുശേഷം അതിലേക്ക് കാശ്മീരി മുളക് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ചേർക്കുക. അതിനുശേഷം വളരെ ചെറിയ കഷ്ണം ഒരു പുളി, വാളംപുളി, പിന്നെ നമുക്ക് ആവശ്യമത്രയുമുള്ള തക്കാളി. ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയാത്തത്, ഞാൻ ഉണ്ടാക്കുന്ന അത്രയും ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്കൊക്കെ ആഹാരം അത്യാവശ്യം ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് ഞാൻ അളവ് കൃത്യമായിട്ട് പറയാത്തത്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വേകട്ടെ. പുളി വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ തക്കാളിയും മുളകുമൊക്കെ നന്നായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിരിയമുളകിന് ചില മുളകിന് നന്നായിട്ട് എരിവ് കാണും. അങ്ങനെയാണെങ്കിൽ ആ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ നല്ല കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് അരി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അരയ്ക്കാം. അങ്ങനെ ഞാനൊരു കടായി വീണ്ടും അടുപ്പിലോട്ട് വെച്ചു. അതിനുശേഷം അതിലേക്ക് വെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഈ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർക്കുന്നു. പിന്നീട് കല്ലുപ്പിൻ്റെ വെള്ളം, അതല്ലെങ്കിൽ ഉപ്പ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ പഞ്ചസാര, കുറച്ച് പഞ്ചസാര, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് വേകാൻ അനുവദിക്കണം. ചെറുതീയിൽ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് വീണ്ടും തുറന്ന് വീണ്ടും ഇളക്കി, ഇങ്ങനെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കരിയരുത്, ഇതിൻ്റെ നിറം മാറരുത്, വളരെ ശ്രദ്ധിച്ചു ചെയ്യണം. പക്ഷേ ഈ തക്കാളിയും മുളകുമൊക്കെ നന്നായിട്ട് അതിൻ്റെ ആ പച്ച മണമൊക്കെ വേകണം. ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കണ്ട, എങ്കിലും അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. എണ്ണയൊക്കെ ഒന്ന് തെളിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ റൈസിന് നല്ലൊരു മണവും അതുപോലെ തന്നെ ഒരു നിറവും ഒക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇത് നന്നായിട്ടിപ്പം ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ എന്താ നമ്മുടെ കയ്യിലുള്ള റിഫൈൻഡ് ഓയിൽ അത് ചേർക്കുക. അതിനുശേഷം അത് വീണ്ടും ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം, നീളത്തിലരിഞ്ഞ് വെച്ച ക്യാപ്സിക്കവും നീളത്തിലരിഞ്ഞ് വെച്ച കുറച്ച് ക്യാരറ്റ് വളരെ കുറച്ച് മതി. അതിൻ്റെ രുചി മുന്നിട്ട് നിൽക്കരുത്. വളരെ ചെറുതായിട്ട് ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ചേർത്താൽ മതി. 1/4 ഭാഗത്തിൽ കുറച്ച് ചേർത്താലും മതി. പിന്നെ നമ്മൾ എടുക്കുന്ന അരിക്ക് എത്ര വേണം അതനുസരിച്ചിട്ട് ചെയ്യുക. ഞാൻ 1 കപ്പ് അരി മാത്രമാണ്, അതായത് ഒരാൾക്കുള്ള റൈസ് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിലേക്ക് പനീറും കൂടെ ചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഇനി ഈ കഷ്ണങ്ങളും പനീറുമൊക്കെ നന്നായിട്ട് ഒന്ന് വേകണം. അതിനുവേണ്ടി ചെറുതീയിൽ ഒന്ന് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഒരുപാടങ്ങ് കഷ്ണങ്ങളൊക്കെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട. പനീറായാലും പെട്ടെന്ന് വേകും. അതൊന്ന് അടച്ച് വെച്ചു, ഒന്ന് ഇളക്കി, വീണ്ടും ഒന്ന് അടച്ച് വെച്ചു, വീണ്ടും ഒന്ന് ഇളക്കി, നമുക്കറിയാലോ അതൊക്കെ. അങ്ങനെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് വേകണം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി, ഞാൻ നേരത്തെ തന്നെ ബസ്മതി റൈസ് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതായിരുന്നു, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിൻ്റെ വെള്ളമോ എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കുക. അതിനുശേഷം ഒരു ശകലം പഞ്ചസാരയും കൂടെ ചേർക്കണം. വീണ്ടും കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർക്കണം. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ പൊടിഞ്ഞു പോകാതെ ഒന്നിളക്കി ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് ഇതൊന്ന് ചെറുതീയിൽ, വളരെ ചെറുതീയിൽ ഒന്ന് അടച്ചു വെക്കണം. ഒരു 2-3 മിനിറ്റ്
ഒന്നടഞ്ഞ് ഇരുന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവിയൊക്കെ കയറി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിക്കും. അതിനുശേഷം നമുക്ക് ഈ പനീർ റൈസ് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു പനീർ റൈസാണ്. വെണ്ണയില്ലെങ്കിൽ നമുക്ക് നെയ്യ് ചേർക്കാം, അതല്ലെങ്കിൽ എണ്ണ ചേർക്കാം. ഇതിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർന്നിട്ടില്ല. കടയിൽ നിന്ന് മേടിക്കുന്ന യാതൊരു വിധത്തിലുള്ള സോസുകളും ചേർന്നിട്ടില്ല. എന്നാൽ ആ സോസൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന അതേ രുചി തന്നെയായിരിക്കും ഈ പനീർ റൈസിന്. എല്ലാവരും ഈ വിധമൊന്നുണ്ടാക്കി ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ച് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ.